യെസ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു അടിപൊളിയായിട്ടുള്ള കളക്ഷൻ നമ്മൾ കാണുമ്പോൾ ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന ഒരു കളക്ഷൻ. അതും നമുക്ക് സമ്മർ സ്പെഷ്യൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യും. ഈ ഒരു ഫാബ്രിക് നോക്കിയതുണ്ടോ, അത് കുറച്ചുകൂടെ അടുത്തോട്ട് വന്നാലേ നിങ്ങൾക്ക് ഈ ഫാബ്രിക്കിന്റെ ടെക്സ്ചർ മനസ്സിലാവുള്ളൂ. നമ്മുടെ ക്രഷ്ഡ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഏറ്റവും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ക്രഷ്ഡ് ഓർഗൻസ. അതിൽ വരുന്നതാണ്. അതും ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് വീണ്ടും കൊതിയാവും. ഒരു കടിച്ചു പറിച്ച് തിന്നാൻ പോകുന്ന നമ്മുടെ മൾബറി കളർ ഉണ്ടല്ലോ, മൾബറി പോലെ ഇരിക്കുന്ന ടൈപ്പ് ഒരു വർക്കാണ്. ഇത് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. ഹാൻഡ് വർക്കും എംബ്രോയിഡറിയും കൂടെ രണ്ടും കൂടെ മിക്സ്ഡ് ആണ്. ഈ വലിയ ഫ്ലവേഴ്സ് പോലെ നിൽക്കുന്ന മൾട്ടി കളേർഡ് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ കളേഴ്സ് നോക്കി എല്ലാം കൊതിയാവുന്ന കളർ ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. റയർ ആയിട്ടുള്ള നല്ല അടിപൊളി കളർ ഷെയ്ഡ്സും വർക്ക് ആണെങ്കിൽ എല്ലാവർക്കും തിന്നാൻ തോന്നുന്ന ടൈപ്പ് ഒരു കൈൻഡ് ഓഫ് വർക്കും ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ ലുക്ക് ഇതേപോലെ വരും. നമ്മുടെ മൾബറി, ആ ഒരു മൾബറി ഫ്രൂട്ടിന്റെ അതേപോലെയാണ് ഇതിരിക്കുന്നത്. കാണാനൊക്കെ ഭയങ്കര ലുക്കാണ് ഇത് കാണാനായിട്ട്. വീഡിയോയിൽ കാണുന്നതിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നേരിട്ട് കാണുമ്പം ഇഷ്ടമാവും. ആൻഡ് ദുപ്പട്ട ഫുള്ളി വർക്കാണ് കൊടുത്തേക്കുന്നുണ്ടോ. അത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയും അതിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത ഒരു ബ്രാഞ്ച് പോലെ ചെറിയ ചെറിയ ഫ്ലവർ വർക്കും ലീഫ് പാറ്റേൺ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആണ് ഷെയ്ഡ്. എല്ലാത്തിലും ഈ സെയിം കോമ്പിനേഷൻ ആണ്. ഈ ഒരു മൾബറി ഷെയ്ഡ്സ് ആണ്. അതായത് കുറച്ച് മൾബറി പഴം, ഒരു പിങ്ക് ഉണ്ട്, മൾബറി ഇങ്ങനെ പഴുത്ത് വരുന്ന ഒരു ഷെയ്ഡ്, പിന്നെ ഡാർക്ക് ആയിട്ട് ഭയങ്കരമായിട്ട് റൈപ്പ് ആയിട്ട് വരുമ്പം വരുന്നൊരു ഷെയ്ഡ്. അങ്ങനത്തെ ഷെയ്ഡ്സുകളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പിങ്ക്, മൾബറിയുടെ ടോണ്, പിന്നെ ഒരു വൈൻ ഷെയ്ഡ്. അത് തന്നെ എംബ്രോയിഡറിയിലും കൊടുത്തേക്കുന്നു. പീച്ചും റെഡിന്റെയും കോമ്പിനേഷൻസിൽ ഫ്ലവേഴ്സ്, ഗ്രീനിന്റെ 2 ടോൺസിൽ ലീഫ് വരുന്നുണ്ട്. ഇത്രയാണ് ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. അതായത് ഇത് ഒത്തിരി ഇങ്ങനെ പറന്നു നമ്മുടെ ഓർഗൻസ പോലെ, ഓർഗൻസ എന്ന് കേട്ടോണ്ട് നിങ്ങൾ ഓർഗൻസ പോലെ വിചാരിക്കരുത്. ഓർഗൻസ പോലെയേ അല്ല ക്രഷ്ഡ് ഫാബ്രിക്. ഇതുകൊണ്ട് ഭയങ്കര ഇതുണ്ടോ, നമ്മളിങ്ങനെ ചുരുട്ടി വെച്ചാൽ അതുപോലെ തന്നെ നിൽക്കും. ഭയങ്കര ഫ്ലോയിങ് ഒരു സ്റ്റൈലിലാണ്. ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലാണ് ഫുള്ളി എംബ്രോയിഡറി വരുന്ന ദുപ്പട്ട. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഒരു എന്താ പറയുക, അതിന്റെ കളർ വന്നിട്ടൊരു ലൈറ്റ് മാവോ പിങ്ക് എന്നോ അല്ലെങ്കിൽ ഒരു ഗ്രേപ്പ് ജ്യൂസ് ടോൺ ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ഒരു ഷെയ്ഡാണ്. കുറച്ചൊരു പിങ്ക് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു കളർ ഷെയ്ഡ്. ഇതിലെല്ലാം സെലക്റ്റീവ് ആയിട്ടുള്ള ഭയങ്കര എൻക്വയറീസ് വരുന്ന ടൈപ്പ് കളേഴ്സ് മാത്രമാണ് കൊടുത്തേക്കുന്നത്. ഈ കോമ്പിനേഷൻസ് എല്ലാത്തിലും സെയിം ആണ്. നല്ല അടിപൊളി കോമ്പിനേഷൻസ് ആണ് വന്നേക്കുക. ദുപ്പട്ടയിൽ വരുമ്പം ബോർഡേഴ്സ് ഇതുപോലെ സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. ഗ്രീൻ ഷെയ്ഡിൽ സ്കാലപ്പ് ഫിനിഷ്ഡും പിന്നെ ഫുൾ ക്രോസ് സ്റ്റിച്ചും തിക്കായിട്ട് എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇത് ഒരു റയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നിങ്ങൾക്ക് ആർക്കും അധികം കാണുകയില്ലാത്ത ടൈപ്പ് ഒരു കളർ ടോണാണ് ഇതും വന്നിരിക്കുന്നത്. ഇതിന് എന്നാണ് സിമിലാരിറ്റി പറയുക എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂവിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ് ഈ ഒരു കളർ വന്നിട്ട്. പക്ക ബ്ലൂ അല്ല, വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിൽ വർക്ക് പാറ്റേൺസ് സെയിം ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലാണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു ഫാബ്രിക് വന്നിട്ട്. ഓർഗൻസ പോലെ അത്രയും സ്റ്റിഫ്നെസ് ഒന്നുമില്ല. ഒരു ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കുറെ ഫാബ്രിക്സിൽ വരുന്ന ഒരു ഫാബ്രിക് തന്നെയാണ് നമ്മുടെ ഈ ക്രഷ്ഡ് ഓർഗൻസ. ബോട്ടം ഡൾ സാൻഡൂൺ ഫാബ്രിക്കിലാണ്. ഇത് പക്ക ബ്ലൂ അല്ല, അതിനകത്തൊരു ലാവെൻഡർ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ഷെയ്ഡാണ്. ഒരു വെറൈറ്റി ഷെയ്ഡ്. അതിൽ വർക്ക് സെയിം. ഇത് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നുണ്ട്. ഇതും ഒരു നമ്മുടെ ജോർജറ്റിൽ കാണുന്ന ടൈപ്പ് പിങ്ക് അല്ല, ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു പിങ്ക് ഷെയ്ഡാണ്. നല്ല ഒരു പിങ്ക് ഷെയ്ഡിൽ ഈ ഒരു കോമ്പിനേഷൻസ് സെയിം ആകുന്നുണ്ട്. എല്ലാത്തിലും മാച്ചിങ് ആവുന്ന നല്ല കോമ്പിനേഷനാണ്. കണ്ടാൽ ഒരു കുറേ മൾബറി പഴങ്ങൾ പഴുത്തതും പഴുക്കാത്തതും എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ വെച്ചേക്കുന്ന പോലെ തോന്നും ഈ വർക്ക് കണ്ടാൽ. അതായത് കുഞ്ഞു കുഞ്ഞു ഷുഗർ ബീറ്റ്സിൻ്റെ ഒരു വർക്കാണ് ഇതിൽ. ഹാൻഡ് വർക്കാണ് പോയേക്കുന്നത്. ഹാൻഡ് വർക്കും എംബ്രോയിഡറിയും മിക്സ്ഡ് ആണ് ഈ ഒരു വർക്ക്. ഇതേപോലെ ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക് ആണെന്നുണ്ടോ. ഇതിന്റെ ഫാബ്രിക് ടെക്സ്ചർ നോക്കിയാൽ ലൈറ്റ് ആയിട്ട് ക്രഷ്ഡ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഓർഗൻസ പോലെ അത്രയും സ്റ്റിഫ്നെസ് ഒന്നും കൊണ്ട് ഇതിനില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്. അടിപൊളി കളർ ഷെയ്ഡ്സ് ആണ്. ടോപ്പിന്റെ ലെങ്ത് നമ്മുടെ ഓൺ ഡിസൈൻ ആയതുകൊണ്ട് 2.6 മീറ്റർ ആണ് ടോപ്പിന്റെ ലെങ്ത് വന്നിരിക്കുന്നത്. അതായത് ഒരു 50 ലെങ്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. 50-51 ലെങ്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇത് ഫുൾ കൊടുത്താൽ. ഇതാണ് അതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. കണ്ടില്ലേ, അതായത് സ്റ്റിഫ്നെസ് ഇല്ലാതെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. നമുക്ക് ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിലും ഫുൾ എംബ്രോയിഡറി. എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ ക്രോസ് സ്റ്റിച്ച് വർക്കും അല്ലാത്ത ടൈപ്പ് എംബ്രോയിഡറിയുമാണ് ദുപ്പട്ടയിൽ ഫുൾ യൂസ് ചെയ്തേക്കുന്നത്. ബോട്ടം സാൻഡൂൺ. റേറ്റ് 1340, 1340 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത്രയും കളക്ഷൻസ് ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക്